വഖഫ് ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യമെമ്പാടും പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷ നിരയുടെ ശക്തമായ എതിർപ്പുകൾക്കിടയിൽ മുസ്ലിം സമുദായത്തിനെതിരെയുള്ള വലിയ എതിർപ്പുകൾക്കിടയിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള വലിയ എതിർശബ്ദങ്ങൾക്കിടയിലാണ് വഖഫ് ബിൽ NDAയുടെ കേന്ദ്ര സർക്കാർ പാസാക്കിയിരിക്കുന്നത്. അഥവാ RSS BJP സഖ്യങ്ങൾ നേതൃത്വം നൽകുന്ന വിശാലമായ NDA സഖ്യ കക്ഷികളുടെ പിന്തുണയോടുകൂടിയാണ് വഖഫ് ഭേദഗതി നിയമം പാസാക്കിയിരിക്കുന്നത്. മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ ആ സമുദായത്തോട് ഏതെങ്കിലും രീതിയിലുള്ള സംവാദങ്ങൾ നടത്താതെ, ഏതെങ്കിലും രീതിയിലുള്ള ആവശ്യങ്ങളില്ലാതെ ഏകപക്ഷീയമായി BJP RSS നിയന്ത്രിത കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി നിയമമാണ് വഖഫ് ഭേദഗതി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധങ്ങളാണ് രാജ്യമെമ്പാടും ഇതിനെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ പ്രതിപക്ഷം ഒന്നടങ്കം തന്നെ ഈ ബില്ലിനെ എതിർത്തുകൊണ്ട് ലോക്സഭയിലും രാജ്യസഭയിലും നിലവിൽ വന്നിരുന്നു. അഥവാ ഈ രണ്ടിടത്തും പ്രതിപക്ഷത്തിന്റെ കനത്ത എതിർപ്പിനിടയിലാണ് വഖഫ് ഭേദഗതി ബിൽ പാസ്സായത്. പക്ഷേ നിലവിലുള്ള ഇന്ത്യൻ സാഹചര്യത്തിൽ ഇതിനെതിരെയുള്ള കോടതി നടപടികളുമായിട്ട് വിവിധ സർക്കാരുകളും അല്ലെങ്കിൽ വിവിധ പാർട്ടികളും മുസ്ലിം സംഘടനകളും ഒന്നടങ്കം സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. നിരവധി ഹർജികളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ രാജ്യത്തുണ്ടാകുന്ന സംഭവ വികാസങ്ങളിൽ, പ്രതിഷേധങ്ങളിൽ എന്തൊക്കെ നടപടികളാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിരന്തരമായ ഇത്തരം അമെൻമെന്റുകളും പുതിയ ബില്ലുകളും പുതിയ നിയമങ്ങളും ഉണ്ടാക്കുന്നു എന്നുള്ള ആരോപണമാണ് നിലവിൽ കേന്ദ്ര സർക്കാർ നയിച്ചുകൊണ്ടിരിക്കുന്ന BJPയെയും RSSനെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമാകുന്നത്. നേരത്തെ പൗരത്വ ഭേദഗതി നിയമം, അതിനു മുമ്പുണ്ടായ മുത്തലാഖ് നിയമം, അതിനുശേഷം ഇപ്പോൾ വഖഫ് ഭേദഗതി നിയമം, ഇങ്ങനെ തുടർച്ചയായ ഓരോ നിയമ പ്രക്രിയയിലും മുസ്ലിം സമുദായത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഭരണക്രമമാണ് ഇവിടെ രൂപീകരിക്കുന്നതെന്നും ഭരണഘടനക്കെതിരായ ഗുരുതരമായ ലംഘനങ്ങളാണ് ഈ നിയമമെന്നും ഭരണഘടന സവിശേഷമായ പ്രത്യേക അധികാരങ്ങൾ അല്ലെങ്കിൽ പ്രത്യേക പരിഗണന നൽകിയ വിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇത് എന്നുമാണ് പരക്കെയുള്ള വിമർശനം. പക്ഷേ ഈ വിമർശനങ്ങൾക്കിടയിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത്, RSSന്റെ രൂപീകരണം മുതൽ തന്നെ 1925 RSS രൂപീകരിച്ച് അതിന്റെ രൂപീകരണം മുതൽ തന്നെ RSS കൃത്യമായിട്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. മുസ്ലിങ്ങൾ എന്നുള്ളത് ഈ രാജ്യത്ത് അവർക്ക് സവിശേഷമായ ഒരു പരിഗണനയും നൽകേണ്ട ആവശ്യമില്ലെന്നുള്ള ഒരു നിലപാടാണ് RSSന് ആദ്യം മുതൽക്ക് തന്നെ ഉണ്ടായിരുന്നത്. അതായത് ആദ്യം മുസ്ലിങ്ങൾ, പിന്നീട് ക്രിസ്തവർ, പിന്നീട് കമ്മ്യൂണിസ്റ്റുകാർ, ഇങ്ങനെ 3 അഭ്യന്തര ശത്രുക്കളെ നിർവചിച്ചുകൊണ്ടാണ് RSS അവരുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഇതുവരെയുള്ള RSSന്റെ ഇന്ത്യയിലെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ട് ചില കാര്യങ്ങളുണ്ട്. അതായത് കേന്ദ്ര സർക്കാരിന്റെ അധികാരം കയ്യിലേന്തും മുമ്പ് തന്നെ RSS വ്യവസ്ഥാപിതമായി ഈ ഒരു മുസ്ലിങ്ങളെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള വർക്കുകൾ ആരംഭിച്ചിരുന്നു. അതായത് RSS മുമ്പോട്ട് വെക്കുന്ന നിർവചനങ്ങൾക്ക്, RSS മുമ്പോട്ട് വെക്കുന്ന ദേശീയ രാഷ്ട്രീയ സങ്കല്പങ്ങൾക്ക് അതിന് എതിരായ അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാന തത്വങ്ങളിൽ എതിരായി നിൽക്കുന്ന, അവരുടെ ഒരു രീതിയിലും BJPയുമായോ RSSുമായോ അവരുടെ വോട്ട് ബാങ്കായോ നിലകൊള്ളാത്ത ഒരു സമൂഹമാണ് മുസ്ലിങ്ങൾ എന്നുള്ളത് RSS കൃത്യമായി മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുമായിട്ടുള്ള രമ്യമായ പരിഹാരങ്ങൾ ആവശ്യമില്ല എന്നും അവർക്കെതിരെയുള്ള നടപടികളും അവരെ കൃത്യമായിട്ട് അനുസരിപ്പിക്കേണ്ട ഒരു വിഭാഗമായി നിലനിർത്തേണ്ടത് ആവശ്യമാണ് എന്നും RSS മനസ്സിലാക്കി. അതിനെ തുടർന്നുള്ള ഭരണം കിട്ടിയതിനു ശേഷമുള്ള ഭരണഘടനാ വിരുദ്ധമായ ഇത്തരം നിയമങ്ങൾക്കെതിരെയുള്ള വലിയ പ്രതിഷേധങ്ങൾ രാജ്യത്തുണ്ടായപ്പോൾ അതിനെതിരെ NRC CAA വിഷയത്തിലടക്കം, പൗരത്വ പ്രക്ഷോഭത്തിൽ ഡൽഹിയിലുണ്ടായ സമരങ്ങളടക്കം കൃത്യമായിട്ട് അതിന് നേതൃത്വം നൽകിയവരെ ഒന്നടക്കം ജയിലിലടച്ചുകൊണ്ട് അവർക്കെതിരെയുള്ള നിയമ നടപടികളിലൂടെയാണ് ഇതിനെ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഭരണകൂടം
ലക്ഷ്യം വെച്ചത്. ഇതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു. കാരണം RSS ഇവിടെ വ്യവസ്ഥാപിതമായി ഒരു സംവിധാനം ഒരുക്കാൻ പോവുകയാണ്. RSSനെതിരെയുള്ള വിമർശനം എന്നുള്ളത് RSS ഒരു ഫാസിസ്റ്റ് സംഘടനയാണ് എന്നുള്ളതായിരുന്നു. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് RSSനെ പറ്റിയുള്ള ഈ വിമർശനങ്ങളെ അതിശക്തമായാണ് RSS നേരിട്ടത്. നിലവിൽ ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയിലൂടെയാണ് തങ്ങൾ അധികാരം ഏറ്റിരിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ തങ്ങളെ അനുസരിക്കേണ്ട ബാധ്യത ഇവിടത്തെ ഓരോ ജനവിഭാഗത്തിനും ഉണ്ട് എന്നാണ് BJPയും RSSും പറയുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഇന്ത്യൻ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഓരോ നിയമങ്ങളിലൂടെ ഈ ഒരു മുസ്ലിം സമുദായത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കൃത്യമായ പദ്ധതികളാണ് യഥാർത്ഥത്തിൽ RSS ആസൂത്രണം ചെയ്യുന്നുള്ളത്. ആ ആസൂത്രണത്തിന്റെ ബാക്കി പത്രമാണ് ഇപ്പോഴുണ്ടായ വഖഫ് അമെൻമെന്റ് ആക്ട് അടക്കമുള്ള കാര്യങ്ങൾ. നിരന്തരമായ ഭരണകൂട നിയമപ്രക്രിയയിലൂടെ ഒരു സമുദായത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ തളർത്തുക എന്നുള്ള ഉദ്ദേശമാണ് RSS ലക്ഷ്യം വെക്കുന്നത്. മറുഭാഗത്ത് ഉത്തരേന്ത്യയിൽ ഒന്നാകെ തന്നെ ബുൾഡോസർ രാജുകളും ഇവിടത്തെ മസ്ജിദുകളെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ സ്വത്തുക്കളെ ബുൾഡോസർ രാജ് കൊണ്ട് നേരിടുന്ന ഒരു സാഹചര്യവും രാജ്യത്ത് ഉണ്ടാവുന്നുണ്ട്. അതായത് മറ്റൊരു ഭാഗത്ത് തെരുവിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് വിധേയരാവേണ്ടി വരുന്ന ഒരു സാഹചര്യവും മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മറ്റൊന്ന്, ഇതിൽ കൃത്യമായിട്ട് RSSനെതിരെ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിലും മുസ്ലിം സമുദായത്തിനകത്ത് ആശയക്കുഴപ്പമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിലുള്ള ഇന്ത്യൻ സാഹചര്യത്തിൽ പൂർണ്ണമായിട്ടും ഇവിടുത്തെ അധികാര കേന്ദ്രങ്ങളെ, ഏജൻസികളെ കയ്യിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ, ഈ അധികാര കേന്ദ്രങ്ങൾ പൂർണ്ണമായിട്ടും അവരുടെ വരുതിയിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുമായിട്ടുള്ള ഒരു ചർച്ചകൾക്ക് അല്ലെങ്കിൽ ഒരു ഡീലിന് മുസ്ലിം സമുദായം തയ്യാറാകണമെന്നാണ് RSSന്റെ പക്ഷം. നേരത്തെ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു നിരവധി പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരൊക്കെ RSSുമായി ചർച്ച നടത്തുകയും ആ ചർച്ചയുടെ പശ്ചാത്തലത്തിൽ പുതിയ രീതിയിലുള്ള സമവാക്യങ്ങൾ രൂപപ്പെടുമെന്നുള്ള പ്രത്യാശയും പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ അതിൽ നിന്നും വിഭിന്നമായ സാഹചര്യങ്ങളാണ് രാജ്യമെമ്പാടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ നടന്ന ചർച്ചകൾ പ്രകാരം അല്ലെങ്കിൽ ധാരണകൾ പ്രകാരം ചില ധാരണകൾ ഉണ്ടായി എന്നുള്ള സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് വഖഫ് ഭേദഗതി അടക്കമുള്ള നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നുള്ളത്. അതായത് നിലവിലുള്ള ഇന്ത്യൻ സാഹചര്യത്തിൽ മുസ്ലിങ്ങളുടെ നിരവധി സംഘടനകൾ നിലനിൽക്കുമ്പോൾ അതിൽ മിക്കവാറും സംഘടനകൾ നിലവിലുള്ള അധികാര കേന്ദ്രങ്ങൾ പൂർണ്ണമായിട്ടും RSSന്റെ വരുതിയിലാകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ ഏജൻസികൾ തങ്ങളെ വേട്ടയാടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതുകൂടാതെ തന്നെ മറ്റുള്ള രീതിയിൽ നിയമനിർമ്മാണ പ്രക്രിയയിലൂടെ പൂർണ്ണമായിട്ടും ഈ സമുദായത്തെ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യം ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് RSSുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ധാരണകളും ചർച്ചകളും ഉണ്ടാക്കി പരിഹാരങ്ങൾ ഉണ്ടാക്കണമെന്നുള്ള ഒരു നിലപാടിലേക്ക് ബഹുഭൂരിഭാഗം മുസ്ലിം സംഘടനകളെയും കൊണ്ടെത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് യഥാർത്ഥത്തിൽ RSS മുൻനിർത്തിയിരിക്കുന്നത്. ആ RSS മുൻനിർത്തിയിരിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് അവരെ എത്തിക്കുന്ന നിലയിലേക്കാണ് യഥാർത്ഥത്തിൽ നിലവിലുള്ള മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ മുസ്ലിം മതസംഘടനകളുടെ പലപ്പോഴുമുള്ള നിലപാടുകൾ വരുന്നുള്ളത് എന്നതാണ് അവസാനമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. കാരണം നിലവിലുള്ള ഭരണക്രമം പൂർണ്ണമായിട്ടും BJPയുടെയും RSSന്റെയും അധീനതയിലാണ്. കേന്ദ്രം പുതിയ തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നു. അതുകൂടാതെ തന്നെ നിലവിലുള്ള നിയമങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട സംഘടനകളെയും അതിന്റെ നേതാക്കളെയും ഒക്കെ ലക്ഷ്യം വെക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാതെ ഏതെങ്കിലും രീതിയിലുള്ള ധാരണകൾ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഈ ഒരു സമവാക്യങ്ങൾ, ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകളിലൂടെയുള്ള പരിഹാരങ്ങൾക്കുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ മുസ്ലിം സംഘടനകൾ നടത്തിയിരുന്നു എന്നുള്ള ഒരു വിവരങ്ങൾ പിന്നീട് പുറത്തു വന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി ഈ നിലവിലുള്ള ഇന്ത്യൻ സാഹചര്യത്തിൽ RSS മുസ്ലിം സംഘടനകളോടും പ്രത്യേകിച്ച് മുസ്ലിങ്ങളോടും ചില ഡീലുകൾ മുമ്പോട്ട് വെക്കാൻ തയ്യാറാവുന്നുണ്ട്. ആ ഡീലുകൾ RSSന്റെ തീരുമാനങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങൾക്ക്
ഇവിടെയുള്ള മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളും തയ്യാറാവണമെന്നുള്ള ഒരു നിലപാടാണ്. ആ നിലപാടിലേക്ക് ഈ സംഘടനകളെയും ഇതിന്റെ നേതാക്കളെയും ഇതുമായി ബന്ധപ്പെട്ട ആളുകളെയും എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് കൂടിയാണ് ബാക്കിയുള്ള നിലവിലുള്ള സർക്കാർ നയങ്ങൾ മൂലം നടപ്പാക്കപ്പെടുന്നത് എന്നതാണ് നിലവിലുള്ള ഇന്ത്യൻ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് നിലവിൽ കേന്ദ്ര സർക്കാരിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന RSSഉം BJPയും രാജ്യത്തെമ്പാടും ബഹുഭൂരിഭാഗം സംസ്ഥാനങ്ങളുടെയും നിയന്ത്രണം നേടിയിരിക്കുന്നു എന്നുള്ള പശ്ചാത്തലത്തിൽ അവരുമായിട്ടുള്ള ഒരു സമരങ്ങളിൽ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള നേർക്കുനേരെയുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളിൽ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു സമര പോരാട്ടങ്ങളിൽ തങ്ങൾക്ക് വലിയ പരിക്കുകൾ ഏൽക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സാധ്യതകളെ ഇല്ലാതാക്കിക്കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകളിലൂടെ ഏതെങ്കിലും രീതിയിലുള്ള സമവാക്യങ്ങളിലൂടെ സമാധാനം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ മുസ്ലിം സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ള സംശയം വലിയ രീതിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് രാജ്യം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ യഥാർത്ഥ പ്രശ്നം ഭരണഘടന അനുശാസിക്കുന്ന, ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ പൂർണ്ണമായിട്ടും ലഭിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഏറ്റവും പ്രബലമായിട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ RSS മുമ്പോട്ട് വെക്കുന്ന ഏത് ഡീലിലേക്കും സമരസപ്പെട്ടാൽ അവരുമായിട്ട് സംസാരിച്ച് ഒരു സമവായത്തിലെത്തിയാൽ അത് ഏതെങ്കിലും രീതിയിലുള്ള പരിഹാരങ്ങൾക്ക് സാധ്യമാകുമോ എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഇനിയും തീരുമാനമായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം RSS നേരത്തെ അവർ നിശ്ചയിച്ചിരിക്കുന്ന ലക്ഷ്യങ്ങളിലെത്താൻ വേണ്ടിയുള്ള അവരുടെ തുടർ പ്രവർത്തനങ്ങളുടെ ബാക്കി പത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് സംഘടനയെന്ന് ചില ആക്ടിവിസ്റ്റുകൾ വിശേഷിപ്പിച്ച RSSനെ പോലെയുള്ള ഒരു സംഘടനയുമായിട്ട് ചർച്ച നടത്തി പരിഹാരങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് ആളുകൾ മുമ്പോട്ട് പോയാൽ അത് എത്രത്തോളം ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം വിജയിക്കും എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ലഭ്യമാകുന്നിടത്താണ് ഇതിന്റെ യഥാർത്ഥ പ്രശ്ന പരിഹാരങ്ങൾ നിലകൊള്ളുന്നത് എന്നുള്ളതാണ് ഇതിനെപ്പറ്റി മനസ്സിലാക്കേണ്ട ആത്യന്തികമായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത്.